നാമത്തിൽ നിങ്ങൾക്കേവർക്കും വിനീതമായ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി പരസ്യമായി നിൽക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും അവസരവും കൃപയും തന്ന കർത്താവിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കും. ഈ സ്ഥലത്ത് നടക്കുന്ന ഈ മഹായോഗത്തിൽ വീണ്ടും വന്ന് സംബന്ധിക്കുവാനായിട്ട് നിങ്ങൾ സ്നേഹപൂർവം ക്ഷണിക്കുകയും അവസരമൊരുക്കുകയും ചെയ്തതിന് എല്ലാ ദൈവജനങ്ങളോടും ദൈവദാസന്മാരോടും എനിക്കുള്ള നന്ദിയും ഇവിടെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ജോൺസൺ ഡാനിയലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നൽകിയ ദർശനപ്രകാരം താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം മേൽക്കുമേൽ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമേരിക്കയിലായിരിക്കുന്ന തൻ്റെ കുടുംബം ദൈവവേലയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന വിശിഷ്ടമായ സേവനങ്ങളെ ഞാൻ നേരിട്ട് കണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ ഇടയായിട്ടുണ്ട്. ദൈവം ആ കുടുംബത്തെയും എല്ലാ പ്രവർത്തകരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ മഹായോഗത്തിൽ സംബന്ധിക്കുവാനായി വന്നു ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെയും വിശേഷാൽ കർത്താവിൻ്റെ അഭിഷിക്തന്മാരെയും വന്ദനം ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ പേരെടുത്ത് പറയേണ്ടതായ അനേക മഹൽ വ്യക്തികൾ ഇവിടെ ഉണ്ടെങ്കിലും അതിന് സമയമെടുക്കാൻ കഴിയുകയില്ല. ബഹുമാനപ്പെട്ട EM സക്കറിയാച്ചായനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരാഴ്ച മുഴുവനും വടക്കേ ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയിൽ കഠിനാധ്വാനം ചെയ്ത അനുഗ്രഹീതനായ ദൈവദാസൻ ഒരുമിച്ച് ഞങ്ങൾക്ക് പലപ്പോഴും താമസിക്കുവാനും ശുശ്രൂഷിപ്പാനും അവസരം ലഭിച്ചിട്ടുണ്ട്. തന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് സീനിയേഴ്സായിട്ടുള്ള ദൈവദാസന്മാർ പലരും ഇവിടെയുണ്ട്. പ്രിയ കുര്യച്ചായനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ വചനത്തിനായി ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകൾ അടച്ച് കർത്താവിലേക്ക് മനസ്സുയർത്തി പ്രാർത്ഥിക്കാം. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗ്ഗകാല ദേശമത്. ദൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗ്ഗകാല ദേശമത്. തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കർത്താവേ, കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഞങ്ങളെ എല്ലാവരെയും ഈ രാത്രി അങ്ങയുടെ തൃക്കരത്തിൽ തരുന്നു. അങ്ങയുടെ ഇഷ്ടം പോലെ ഞങ്ങളെ ഇന്ന് രാത്രി പണിയണമേ.
ആത്മാവിനാൽ ഒന്നിച്ച് പണിയുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഇന്ന് രാത്രിയിൽ അവിടുത്തെ പണി ഞങ്ങളിൽ നടക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇതിന് തടസ്സമായി ഞങ്ങളിലുള്ള സ്വാർത്ഥതയോ മുൻവിധിയോ ഒന്നും കയറി വരാതെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. അങ്ങ് ഞങ്ങളെ പണിയണമേ, കേടുകളെ പോക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്നത്തെ സന്ദേശം പ്രധാനപ്പെട്ടത് തിരിച്ചറിയുക. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് ആദ്യമായി വായിക്കാം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിക്കുകയും. ആമേൻ. പ്രധാനപ്പെട്ടത് തിരിച്ചറിയുക. ഇതാണ് ഈ രാത്രിയിലെ ദൂത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ദൈവജനത്തിന്റെ മുൻപിൽ ഒരുപോലെ പ്രധാനപ്പെട്ടതുപോലെ ഇരിക്കുന്നു. ഒന്ന്, നിങ്ങൾ കീഴടങ്ങുന്ന അനുഭവം. അത് പ്രധാനപ്പെട്ടതല്ലേ? അതെ. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതൊന്നുണ്ട്. അത് സ്വർഗത്തിൽ ഒരു വ്യക്തിയുടെ പേര് എഴുതുന്നു. പ്രധാനപ്പെട്ടത് തിരിച്ചറിയണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം പ്രധാനവും അപ്രധാനവും കൂടെ കൂട്ടിക്കുഴയ്ക്കുക എന്നുള്ളത്. അങ്ങനെ കൂട്ടിക്കുഴച്ചിട്ടാൽ ഏതാ പ്രധാനം, ഏതാണ് ഇമ്പോർട്ടൻ്റ്, ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നറിയാൻ പറ്റാതെ വരും. അങ്ങനെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ഇത് പിശാചിന്റെ വളരെ പഴക്കം ചെന്ന തന്ത്രമാണ്. അത് ഒരുവിധം പ്രയോജനപ്പെടുന്നുമുണ്ട്. ദൈവമക്കളായ നമുക്കും ഈ ചതി നമ്മുടെ മേലും വിജയിക്കാൻ സാധ്യത ഉണ്ട്. പ്രധാനപ്പെട്ട പലതും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിപ്രധാനപ്പെട്ടത് ഏതാണെന്നറിയാൻ കഴിയാതെ പോകും. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ചിന്തയാണ് ഈ രാത്രിയിൽ കർത്താവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നാം ഇന്ന് രാത്രി ചിന്തിക്കും. ഒരിക്കൽ കൂടി ആ വചനം വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കുക. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ അല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിക്കുകയും. ഒന്നാമത്, ഞാൻ ഭൂതങ്ങൾ കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രാധാന്യത എന്താണ് എന്ന് വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ 17, 18, 19 വായിക്കാം. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. ഏതാണ് ഈ 70 പേർ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി യേശു അയച്ചതാണ്. 10:1 അത് കാണാം. അവർ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പേഴ്സണൽ ഇവാഞ്ചലിസവും പരസ്യവും ഒക്കെ നടത്തിയെന്ന് വിചാരിക്കാം. അവര് സുവിശേഷം അറിയിച്ചു, അവർ തിരിച്ചു വന്നു. ഭയങ്കര സന്തോഷം. തിരിച്ചു വരുമ്പോൾ അവരുടെ മുഖത്ത് റിപ്പോർട്ടൊക്കെ പറയുക വന്നിട്ട്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. വളരെ സന്തോഷം അവർക്ക് ഉണ്ടാവും. അതവർ യേശുവിനോട് പറയും, ഞങ്ങൾക്ക് ഭയങ്കര ഒരു തൃപ്തിയുള്ള ദിവസമാണിന്ന്. കാരണം ഞങ്ങളുടെ വേല വിജയിക്കുന്നുണ്ട്, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഭൂതങ്ങൾ കീഴടങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ആ ശുശ്രൂഷ അനുഭവിച്ചിട്ടുണ്ടോ? ആ ശുശ്രൂഷ ചെയ്തിട്ടുള്ളവരുണ്ടോ? ചെയ്തിട്ടുള്ളവരെവിടെയുണ്ട്? പണ്ടൊക്കെ നമുക്ക് പ്രധാന
പ്രധാനം അതായിരുന്നു. നമ്മുടെ യോഗങ്ങളിലൊക്കെ ഭൂതങ്ങൾ വിട്ടുപോകുമായിരുന്നു. ഇപ്പം വിട്ടുപോകാത്ത ഭൂതം ഇല്ലാത്തതുകൊണ്ടാണോ അതോ ആ ശുശ്രൂഷയോട് ആളുകൾ അകന്നത് കൊണ്ടാണോ? എല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു, നമ്മൾ ഭൂതശാന്തി ശുശ്രൂഷയിൽ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് ഭൂതങ്ങൾ വിട്ടുപോകും. എന്താ ഭൂതം? പൈശാചിക പ്രവർത്തനത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ്. മാനസിക രോഗവും അശുദ്ധാത്മാവിന്റെ ബാധയും രണ്ടും രണ്ടാണ്. അശുദ്ധാത്മാവ് ബാധിച്ചവൻ ഒരാളുടെയോ രണ്ടാളുടെയോ അല്ല, 10 ആളുടെ ആരോഗ്യം കാണിക്കും. അവനെ അനേകര് കൂടി പിടിച്ചാൽ നിൽക്കത്തില്ല. ചങ്ങല വലിച്ചു പൊട്ടിക്കും. ഇരുമ്പ് ചങ്ങല കൈകൊണ്ട് പൊട്ടിക്കും. കരാട്ടെ പഠിച്ചിട്ടല്ല, അശുദ്ധാത്മ വ്യാപാരത്തിന്റെ ആ അമിത ശക്തിയാണ് വെളിപ്പെടുന്നത്. അപ്പം സാത്താന്യ ശക്തികൾ ഉണ്ട്. അത് മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്നില്ല, ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അശുദ്ധാത്മ ശക്തികളുണ്ട്. ടെസ്റ്റ് ട്യൂബിൽ തെളിയിക്കാൻ പറ്റുകയില്ല. പരമാർത്ഥമായി സുവിശേഷ വേല ചെയ്ത് നോക്കണം, അപ്പൊ കാണാൻ ഉണ്ടോ. പിശാചിനോട് എതിർത്ത് നോക്കണം, അപ്പൊ കാണാൻ ശക്തിയുണ്ടോ എന്ന്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും ഒരുവൻ വന്നിട്ടുണ്ട്. മനുഷ്യനെ ക്രിമിനലുകളാക്കുന്നത് ആരാണ്? മനുഷ്യനെ മദ്യപാനിയാക്കുന്നത് ആരാണ്? കുടുംബങ്ങളെ തകർക്കുന്നത് ആരാണ്? കലാപങ്ങളും അക്രമങ്ങളും കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകവും ഗുണ്ടാ സംഘവും കൊട്ടേഷൻ സംഘവും പിശാചിന്റെ വകയല്ലാതെ പിന്നെ ആരുടെ വകയാ? ഇതിൽ നിന്ന് മനുഷ്യന് വിടുതൽ കൊടുക്കുവാൻ ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള സുവിശേഷകന്മാർ രംഗത്ത് വരണം. സുവിശേഷം പ്രസംഗിക്കുന്നവന് അധികാരവും ശക്തിയും ദൈവം കൊടുത്തിട്ടുണ്ട്. അത് കളയരുത്, മിസ്യൂസ് ചെയ്യരുത്. അതിനെ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇവർ പോയി സുവിശേഷം അറിയിച്ചപ്പോൾ ഭൂതങ്ങൾ അവരെ കണ്ടപ്പോൾ തന്നെ, അവരുടെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കേട്ടപ്പോൾ തന്നെ അലറി ഇളകി വിട്ടുപോയി. വലിയ സന്തോഷം അവർക്ക് ഉണ്ടായി. അത് നാം തള്ളിക്കളയരുത്, അത് നാം ഇല്ലായ്മ ചെയ്യരുത്, അതിനെ ഡിസ്കറേജ് ചെയ്യരുത്, അതിനെ താഴ്ത്തിക്കെട്ടരുത്. പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ അശുദ്ധാത്മാക്കളുടെ മേൽ ജയമുള്ള ശുശ്രൂഷ ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളത് പഠിപ്പിക്കുന്നു, ഞങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നു. അത് രുചിച്ചറിഞ്ഞവർക്ക് അത് മറക്കാൻ കഴിയുകയില്ല. എന്നാൽ അതിനകത്ത് തട്ടിപ്പുകൾ ധാരാളം നടക്കുന്നുണ്ട്. തട്ടിപ്പ് നടക്കുന്നത് എന്തുകൊണ്ട്? അത് വളരെ നല്ല കാര്യം ആയതുകൊണ്ട്. 25 രൂപയുടെ കള്ളനോട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കാരണം 25ന്റെ നല്ല നോട്ടില്ല, അതുകൊണ്ടാണ്. എന്നാൽ 20ന്റേത് ഇറങ്ങി, 500ന്റേത് ഇറങ്ങി. നല്ലത് എവിടെയുണ്ടോ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉടനെ ഇറങ്ങും. അതുകൊണ്ട് അശുദ്ധാത്മ പ്രവർത്തനങ്ങളുടെ മേലുള്ള വിടുതൽ ദൈവം സുവിശേഷകന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ദൈവസഭയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതൊരു കൊച്ചു കാര്യമൊന്നുമല്ല, അതൊരു കൊച്ചു കാര്യമല്ല. അത് ഇന്ന് രാത്രിയിലും ഇവിടെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നടന്ന ആരാധനയിൽ, ഇവിടെ നടക്കുന്ന വചന ശുശ്രൂഷയിൽ വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്ന
വചനം പറയുമ്പോൾ തന്നെ കെട്ടുകൾ അഴിയും. അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുന്നു. ദൈവ വചനം പറയുമ്പോൾ അശുദ്ധാത്മ ശക്തികൾക്ക് ആ പരിസരത്ത് നിൽക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ നിങ്ങളത് പ്രതീക്ഷിച്ചോണം. അതെ, നമ്മുടെ യോഗങ്ങളിൽ ഇത് സ്ഥിരം പതിവായിരുന്നു. അശുദ്ധാത്മാവ് ബാധിച്ചവർ സുവിശേഷ യോഗത്തിൽ ഇരിക്കത്തില്ല, വേറെ എവിടെയും അവരിയ്ക്കും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ, പരിശുദ്ധാത്മ ശക്തിയുടെ മുൻപിൽ അതിന് നിൽക്കാൻ കഴിയില്ല. ഇത് ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അതിവിടെ ഇന്ന് രാത്രിയിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. Praise the Lord. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ദുഷ്ടന്റെ സകല വ്യാപാരങ്ങളുടെ മേലും ജയം പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. ദീർഘവർഷങ്ങൾ രോഗം ബാധിച്ച് കൂനിയായി നിന്ന സ്ത്രീയെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞത് ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ടെന്നല്ല, പിശാച് ബന്ധിച്ചിരിക്കുകയാണെന്നാ പറഞ്ഞത്. നമ്മളാണെങ്കിൽ 36 സ്കാൻ നടത്തും. കർത്താവ് പറഞ്ഞു സ്കാൻ ചെയ്യണ്ട, ഇത് അശുദ്ധാത്മാവ് ബന്ധിച്ചതാണ്, വിട്ടുപോകാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചില രോഗങ്ങളുടെ പുറകിലും ഒരു ഭൂതമുണ്ട്. അത് എപ്പോഴാ വിട്ടുപോകുന്നത്? യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിൽ ഇന്ന് രാത്രി വ്യാപരിച്ചാൽ അത് വിട്ടുപോകും. ഇപ്പോൾ അത് സംഭവിക്കും. ഓ ജീസസ്. പല മരുന്ന് കഴിച്ചിട്ടും മന്ത്രം ചെയ്തിട്ടും മാറാത്ത ആ ബന്ധം അഴിക്കാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രി ചെറുമക്കൾ കണ്ടച്ചണിൽ വന്നിട്ടുണ്ട്. അവരെയാണ് ഞാനിവിടെ ഉയർത്തുന്നത്. ഒരു മനുഷ്യനും ശക്തനല്ല, എന്നാൽ സർവശക്തൻ ഇവിടെ വന്നിട്ടുണ്ട്. ചില രോഗങ്ങളുടെ പിന്നിൽ ഭൂതമാണ്, പിശാചാണ്. ചില കുടുംബ കലഹത്തിന്റെ പിന്നിൽ പിശാചാണ്, കുടുംബത്തിൽ കലഹമാണ്. കഴിഞ്ഞിടെ സുവിശേഷം കേൾക്കാൻ വന്ന ഒരു സഹോദരൻ എന്നോട് പറയാ, കുറെ ദിവസം കേട്ട് കഴിയുമ്പോ പറയാ, പാസ്റ്ററേ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഭാഷ കലക്കി എന്ന് പറയുന്നില്ലേ? ഉണ്ട്. എന്നാ പുതിയൊരു വ്യാഖ്യാനം ഉണ്ടോ? അല്ല, ഞങ്ങളുടെ വീട്ടിൽ ഇതാ സംഭവിച്ചത്. 19 കൊല്ലമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭാഷ കലക്കിയിട്ടിരിക്കുക. മോനെ അതെന്നാ മലയാളം അല്ലേ? അല്ല, അപ്പം പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാകുക, അമ്മ പറഞ്ഞ അപ്പം തെറ്റിദ്ധരിക്കും, അമ്മ അപ്പനും കൂടെ പറഞ്ഞ ഞങ്ങൾക്ക് ഒന്നും പിടികിട്ടിയല്ലേ. അങ്ങനെ കൂട്ടെ അടിയായിരുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ കലക്കം മാറിയത് എപ്പോഴാ? കലക്കം മാറിയതോ പരിശുദ്ധാത്മാവ് അവരെ തൊട്ടപ്പോൾ കലങ്ങിയ ഭാഷയെല്ലാം കൂടി ഒന്നായി. ഇന്ന് രാത്രി ശ്രദ്ധിച്ചുകൊള്ളുക, കുടുംബത്തെ കലക്കുന്നതും ഒരു തരം പിശാചിന്റെ ശക്തിയാണ്. അതിന്റെ മേൽ ജയം തരുവാൻ വചനത്തിനാണ് ശക്തി, സുവിശേഷത്തിനാണ് ശക്തി. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കലങ്ങി മറിയുന്ന കുടുംബ പ്രശ്നത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. കലങ്ങി മറിയുന്ന കുടുംബ പ്രശ്നത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇവർ പോയി തിരിച്ചു വന്നപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നുണ്ടോ? വാക്യം 18. അവൻ അവരോട്, യേശു അവരോട്,
യേശു അവരോട്, ആ, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അതെന്താ അവിടെ പറഞ്ഞേ? എനിക്ക് മനസ്സിലായ വ്യാഖ്യാനം പറയാം. നിങ്ങൾ അശുദ്ധാത്മ ശക്തികളുടെ മേൽ ജയമെടുക്കുന്നത് എനിക്ക് ഇവിടെ ഇരുന്ന് കാണായിരുന്നു. നിങ്ങളുടെ ശുശ്രൂഷയാൽ അവിടെ നടന്ന ഡെലിവറൻസ് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടോണ്ടായിരുന്നത്. ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന വിടുതൽ കണ്ട് സ്വർഗം സന്തോഷിക്കട്ടെ. ഇന്ന് രാത്രി ഇവിടെ ആകാശത്ത് നിന്ന് മിന്നൽ താഴോട്ട് വീഴുന്ന രാത്രിയായി മാറട്ടെ. ഈ ആകാശ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന സകല ദുഷ്ട ശക്തികളും ഇന്ന് രാത്രി നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് അതിനെ അംഗീകരിക്കുക ചെയ്തത്. ഈ വാക്യത്തെ നെഗറ്റീവായിട്ട് വേണമെങ്കിലും പറയാം. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. ഒരു വ്യാഖ്യാനം കേൾക്കണോ? ഓ, ഭൂതജാതി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വചനം പറയണം. അതല്ലേ ഈ പറയുന്നത്. നമ്മൾ എന്താ സ്ഥാപിക്കാൻ പോണേ? എവിടേക്കാ പോക്ക്? എന്താ ആരെയാ ഗണ്ണിക്കുന്നത്? എന്താ ലക്ഷ്യം? ആരാ നിങ്ങളുടെ നേതാവ്? ഇന്നാളെ ഒരാൾ യോഗം കഴിഞ്ഞിട്ട് പറയാം, ഓ അവിടെ ഒന്നുമില്ല, രോഗശാന്തിയുള്ളൂ. രോഗശാന്തി ഉണ്ടായിരുന്നോ? നിങ്ങളെ കൊണ്ട് രോഗശാന്തി എടുത്താൻ പറ്റുമോ? ഒരു മൂക്കിപ്പനിക്ക് പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്ത ആളാ ഈ പറയുന്ന രോഗശാന്തി ചെറുതാണ്. 10-12 കൊല്ലം അനങ്ങാൻ മേലാതെ കട്ടിലെ കിടക്കുന്നവരോട് ചോദിക്കണം രോഗശാന്തിക്ക് വിലയുണ്ടോന്ന്. ഏറിയ വർഷങ്ങൾ കഷായക്കലം അടുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നവരോട് ചോദിക്കണം രോഗശാന്തിക്ക് വിലയുണ്ടോന്ന്. സുവിശേഷം ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ മരുന്ന് കുപ്പിയെടുത്ത് എറിഞ്ഞു. സുവിശേഷം ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ ഓടിക്കെട്ടിയ ചരട് പൊട്ടിച്ചെറിഞ്ഞു. സുവിശേഷം ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ കഷായക്കലം പൊട്ടിച്ച് കളഞ്ഞു. ഓ, ഇന്ന് രാത്രിയും രോഗശാന്തി തരുന്ന ഒരു ദൈവം ഉണ്ട് കേട്ടോ. രോഗശാന്തി തരുന്നൊരു ദൈവമുണ്ട്. അതിന്റെ ഒന്നാം സാക്ഷി ഞാൻ തന്നെയാണ്. സൗഖ്യം അനുഭവിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനത്തിന്റെ ശക്തി, ആരാധനയിലെ ശക്തി, പ്രാർത്ഥനയിലെ വിടുതൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും. സ്തോത്രം. അപ്പോ എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല എന്ന് പറഞ്ഞാൽ അതിന് വ്യാഖ്യാനം ഭൂതശാന്തി ഒന്നും ഇനി പറയണ്ട. അതല്ല, നമുക്കിപ്പോൾ ഒരു ഹോളൊക്കെ ആയില്ലേ, ഹോളൊക്കെ ടൈലൊക്കെ ഇട്ടില്ലേ, ഇനി അത് വൃത്തിയേടാക്കണ്ട. കാരണം ഈ ഭൂതളിയ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ആശുപത്രി പണിതേച്ച് വാതിക്കൽ എഴുതി വെച്ചു, മാന്യന്മാരായ രോഗികൾ മാത്രം ഇവിടെ വന്നാൽ മതി, ഇമ്പാലക്കാരെ വരുന്നവർ മാത്രം. എന്നാ പിന്നെ ആശുപത്രി എന്നുള്ളത് മാറ്റിയിട്ട് ബാറമാക്ക്. സുവിശേഷം എന്തിനു വേണ്ടി സ്ഥാപിച്ചു? പെന്തക്കോസ്ത് എന്തിനു വേണ്ടി ഉണ്ടായി? ദുഷ്ടനാൽ തകർക്കപ്പെട്ട രോഗികളായ, അശരണരായ, നിരാശരായ, ആത്മഹത്യക്കൊരുങ്ങിയ, ദുരിതം ബാധിച്ച തകർന്ന കുടുംബങ്ങളുടെ ആശാ കേന്ദ്രമാണ് സുവിശേഷം. ആ വാതിലാരും അടയ്ക്കരുത്. ആ വാതിലാരും അടയ്ക്കരുത്. ആ വാതിലാരും അടയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിന്നെ എന്താ പാസ്റ്റർ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതായത് ഒരു കൊച്ചു പറയാ, ഞാൻ പരീക്ഷ എഴുതാൻ പോവില്ല, എനിക്ക് ക്രോസിന്റെ പേന വേണം. ക്രോസിന്റെ പേന ഇച്ചിരി വില കൂടുതൽ. ഭയങ്കര കരച്ചിൽ തുടങ്ങിയപ്പോ കൊച്ചിന്റെ അപ്പം വന്നിട്ട് പറയാ, എൻ്റെ മോനെ ക്രോസ് കൊണ്ട് എഴുതിയാലും, അതെ സിലോ കൊണ്ട് എഴുതിയാലും ചോദ്യത്തിന് ഉത്തരം എഴുതിയാലേ മാർക്ക് കിട്ടും. അതുകൊണ്ട് അതിൽ വലിയ കഥയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പേന വേണമെന്നാണോ അതിൻ്റെ അർത്ഥം? മോനെ ഏത് പേന വേണോ നിർബന്ധം പിടിക്കണ്ട എന്ന് പറഞ്ഞാൽ അന്ന പേന വേണ്ട, കൈകൊണ്ട് എഴുതിക്കൊള്ളാനാണോ? ഇത് വ്യാഖ്യാനിക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ആരെ പോലെ ആകാനാ ശ്രമിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തന്ന അവകാശങ്ങളെ, അധികാരങ്ങളെ നിർവീര്യമാക്കുന്ന ഡയലോഗുകൾ പറയരുത്. അതിനെ നാം ഉത്സാഹിപ്പിക്കരുത്. നാം കൃപാവരങ്ങളെ വിശ്വസിക്കുന്നവരാണ്. നാം രോഗികൾക്ക് വേണ്ടി
സ്വർഗത്തിലാണ്. ദൈവത്തിനാണ് മഹത്വം, വിടുതൽ നിങ്ങൾക്കും. മഹത്വം ദൈവത്തിന്, വിടുതൽ നിങ്ങൾക്ക്. ആമേൻ. അപ്പോൾ കർത്താവ് പറഞ്ഞതെന്താ? കർത്താവ് പറഞ്ഞത്, മക്കളെ, നിങ്ങൾ അതിലങ്ങനെ ഒരുപാടങ്ങ് സന്തോഷിക്കൊന്നും വേണ്ട. പിന്നെ എന്തിനാ സന്തോഷിക്കേണ്ടത്? സന്തോഷിക്കേണ്ടത് സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയതിലാണ് സന്തോഷിക്കേണ്ടത്. അപ്പൊ തന്നെ അതിന് മുകളിൽ പറയുന്നു, 19 വാക്യം ശ്രദ്ധിച്ചേ, 19. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. എന്ന് പറഞ്ഞാൽ അത് സഭ തുടങ്ങി 2 കൊല്ലം കഴിയുമ്പോൾ തീരുമെന്നല്ല. കുറച്ചു പേരൊക്കെ കൂടാതായി കഴിയും, പിന്നെ അത് നിർത്തിയിട്ട് പിന്നെ ബൈബിൾ ക്ലാസ് മതി എന്നല്ല പറഞ്ഞത്. ഡെലിവറൻസ് മീറ്റിംഗ് കർത്താവ് വരുന്നവരെ ദൈവജനത്തിന് വേണം. 2ാം ഭാഗം പറയുമ്പോൾ ഇവിടെ ഇരിക്കണം, പോകരുത്. 2ാം ഭാഗം വരുന്നുണ്ട്. ഡെലിവറൻസ് മീറ്റിങ്ങിനെ കൊച്ചാക്കരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. ജനത്തിന് വിടുതൽ കിട്ടാൻ എവിടെ പോണം? എവിടെ പോണം? ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, ദൈവസഭ. ജനത്തിന് വിടുതൽ കിട്ടാൻ എവിടെ പോണം? ദൈവസഭയാണ് അതിന്റെ കേന്ദ്രം. എല്ലാ സഭാഹോളുകളിലും, എല്ലാ പെന്തക്കോസ്ത് ആരാധനാ സ്ഥലങ്ങളിലും ദൈവത്തിന്റെ വിടുതൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു സാത്താനെ ശക്തിയിൽ നിന്ന് വിടുവിക്കുന്നു. അത് ഞങ്ങൾ ഇന്ന് രാത്രിയിലും ഇവിടെ വിളിച്ചു പറയുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഇത് ആർക്ക് കൊടുത്തു? സുവിശേഷകന്മാർക്ക് കൊടുത്തു. എന്ന് കൊടുത്തു? കർത്താവ് അന്ന് കൊടുത്തു. ഇന്നും അത് നിലനിൽക്കുന്നു. പൂർണ്ണ സുവിശേഷവുമായി നടക്കുന്നവന്റെ മേൽ ഈ അധികാരം വ്യാപരിക്കുന്നു. നീ അതങ്ങ് ഓപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഉടനെ ഒരു കുഴപ്പം എന്നാണെന്നറിയോ? അതിനൊക്കെ വിശുദ്ധി എനിക്കുണ്ടോ? നിന്റെ വിശുദ്ധി കൊണ്ടല്ല, കർത്താവിന്റെ കൃപ കൊണ്ടാണ് നടക്കുന്നത്. അടുത്ത വലിയ പ്രശ്നം കേൾക്കണോ? എനിക്ക് ഇടയ്ക്ക് തലവേദന വരുമ്പോൾ വിക്സ് വരട്ടുന്ന ആളാ, അതുകൊണ്ട് ഞാനിപ്പോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. വ്യാഖ്യാനങ്ങളാ, തെറ്റിപ്പോയി. കൃപാവരങ്ങൾ പൊതുപ്രയോജനത്തിനാണ്, സ്വന്തം തലവേദന മാറ്റാനല്ല. ഈ വ്യക്തിക്ക് ഒരു രോഗം വന്നതുകൊണ്ട് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എഴുതിയിട്ടുണ്ടോ? അപ്പൊ ഈ വ്യക്തിയുടെ ആരോഗ്യം കൊണ്ടാണ് രോഗി സൗഖ്യമാകുന്നത്. ഈ വക തെറ്റായ ചിന്ത നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകും. നിന്റെ കഴിവ് പ്രകടിപ്പിക്കാനല്ല ദൈവം പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ കൈവയ്ക്ക്, യേശുവിന്റെ നാമത്തിൽ ശ്വാസിക്ക്. വിടുതൽ അയക്കുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ദൈവം ഉപയോഗിച്ച മിഷണറിമാരുടെ ജീവചരിത്രം വായിക്കണം. ഒരു വലിയ ശ്രേഷ്ഠനായ ദൈവദാസന്റെ ചരിത്രം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വായിച്ചു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം രോഗിയാണ്, അദ്ദേഹത്തിന് ബ്ലീഡിംഗ്, വളരെ അവശനായി. അനേക രോഗികൾ സൗഖ്യമായി. തനിക്കറിയാം തനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന്. ഉടനെ വീഴുമെന്നറിയാം. താൻ അവിടെ നിന്ന് കരഞ്ഞു, കർത്താവേ, ഇവരെല്ലാം സൗഖ്യമാകുന്ന ഈ കൂടെ എന്നെ കൂടെ സൗഖ്യമാക്കണമേ. അപ്പോഴത്തെ എടുത്തു റൂമിൽ കൊണ്ട് കിടത്തി. ലോകത്തിൽ അനേകർക്ക് സൗഖ്യം കൊടുപ്പാൻ ദൈവമാ മിഷണറിയെ ഉപയോഗിച്ചു. എന്നാൽ അദ്ദേഹം സ്വയം ശോധന ചെയ്യുവാനും ശുദ്ധീകരണം പ്രാപിക്കുവാനും ദൈവം ഒരു കഷ്ടത അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതും കൃപാവരവുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ സത്യം തിരിച്ചറിയുക. സകല രോഗം മാറിയിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചാൽ ആരും പ്രാർത്ഥിക്കാനുണ്ടാവില്ല. ഇത് ദൈവം ഏൽപ്പിച്ചത് കൊണ്ടങ്ങ് ചെയ്യുക. ആകയാൽ ഈ ശുശ്രൂഷകൾ ഒന്നും ചെറുതല്ല. ഇതാണ് ഈ മെസ്സേജിന്റെ 1ാം ഭാഗം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്. 10 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ലെങ്കിൽ എന്നാ ചെയ്യണം? 11ാമത് പ്രാർത്ഥിക്കണം. ഓ, അങ്ങനെയല്ലേ? അങ്ങനെ പ്രൈസ് ദി ലോർഡ്. എന്നാ മുടക്കുള്ള? കർത്താവിൽ വിശ്വസിച്ച് വീണ്ടും പ്രാർത്ഥിക്കുക. ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്ക് എന്ന പോലെ, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ മുഖത്തേക്ക് എന്ന പോലെ ലജ്ജ കൂടാതെ നോക്ക്. ഇന്നലെ വരെ സൗഖ്യം കിട്ടിയില്ലെങ്കിൽ ഇന്ന് രാത്രി സൗഖ്യം വരും. 2009
പറഞ്ഞത് ഡിസംബർ 24 ഒരു പക്ഷേ നിന്റെ വിടുതലായിരിക്കും. വിശ്വസിക്ക്, അത് സംഭവിക്കും. Praise the Lord. അതെ, ഇതിനെ കർത്താവ് ചെറുതാക്കുകയല്ലായിരുന്നു. എന്നാൽ പ്രധാനപ്പെട്ടത് ഇതല്ല എന്നാ പറഞ്ഞു. അതല്ല അങ്ങനെ പറയാൻ കാര്യം വിശദീകരിക്കാൻ പോവുകയാണ്. ഒന്ന്, ഈ ശുശ്രൂഷ അനുഭവിച്ച ചിലര് നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്. രണ്ട്, ഈ ശുശ്രൂഷ ചെയ്ത ചിലര് നരകത്തിൽ പോകും. ഓയ്യോ, നാൽപ്പതി എന്തിനാ ഞങ്ങൾക്ക് പോണേ? അത് പറയാം, അതിനല്ലേ പറഞ്ഞ രണ്ടാം ഭാഗം പറയാൻ പോകാതെ. സ്തോത്രം. ലൂക്കോസ് 17 11 മുതൽ വായിച്ചു. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയും ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കിടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്ന നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവിൻ എന്ന് പറഞ്ഞു. പോകുകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. പോണ വഴിക്ക് ഒരു സൗഖ്യം പ്രാപിച്ചു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ് വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേര് ശുദ്ധരായി തീർന്നില്ലയോ? 9 പേരെവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 10 പേര് അത്ഭുത സൗഖ്യം പ്രാപിച്ചു. ഒരുത്തൻ മാത്രമേ ആരാധനയ്ക്ക് വന്നുള്ളൂ. സിമ്പിളായ വ്യാഖ്യാനം, ഒരു ഗ്രീക്ക് ഒന്നും പഠിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും. 10 പേര് സൗഖ്യമാണ്. അത് എന്തൊരു സൗഖ്യം! ജലദോഷം മാറിയ കാര്യമല്ല. തിരിച്ചറിയാൻ മേലാത്ത അത്ഭുതത്തെ വലിയ അത്ഭുതമാക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതിനെ ഒന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല ഇവിടെ. പക്ഷേ ആയുസിൽ മറക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടില്ലേ? ദൈവം ഇനിയും ചെയ്യും. ഇവിടെ നടന്നത് കുഷ്ഠരോഗമാ സൗഖ്യമായി. ശരീരം മുഴുവനും കളറ് മാറി ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യര് യേശുവിനെ കണ്ട് നിലവിളിച്ചു. കർത്താവ് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. കാരണം ഇവരുടെ സൗഖ്യത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരു ഡോക്ടറല്ല, പുരോഹിതരാണ്. അവിടെ പുരോഹിതരെ പോയി കാണിക്കാൻ പറഞ്ഞു. അത് ഇസ്രായേലിന്റെ നിയമം കൂടിയാണ്. അവർ പോയി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോവുക. പോണ വഴി തന്നെ സൗഖ്യമാണ്. ഒരാൾക്കല്ല, മുഴുവൻ പേർക്ക്. നിങ്ങൾക്കതൊന്ന് സ്വപ്നം കാണാൻ പറ്റുമോ? കർത്താവിന്റെ വാക്കിന്റെ ശക്തി എത്ര ഭയങ്കരമാണ്! ദ്രവിച്ച ശരീരത്തിലേക്ക് ഉയർപ്പിന്റെ വ്യാപാര ശക്തി കടന്നു വന്നിട്ട് അവർ പുതിയ മനുഷ്യരായി തീർന്നില്ലേ? ആ ദൈവമല്ലേ നമ്മുടെ ദൈവം? ആ കർത്താവല്ലേ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുള്ളത്? അവന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ! അത്ഭുത സൗഖ്യം അവർക്കുണ്ടായി. എന്നാൽ ഒരുത്തൻ മാത്രമേ നന്ദി പറയാൻ വന്നുള്ളൂ. അവൻ 2ാം പ്രാവശ്യം വന്ന് മുട്ടുകുത്തി. ആദ്യം മുട്ടുകുത്തിയത് ഒരു ആവശ്യത്തിന് വേണ്ടി, 2ാമത് മുട്ടുകുത്തിയത് നന്ദി പറയാൻ വേണ്ടി. ആവശ്യത്തിന് വേണ്ടി മുട്ടുകുത്തുന്നവര് നന്ദി പറയാനും കൂടെ മുട്ടുകുത്താൻ വരണം. ആരാധിക്കുവാനും കൂടെ മുട്ടുകുത്താൻ വരണം. ദൈവത്തിന്റെ പദ്ധതികളെ ഗ്രഹിപ്പാനും കൂടെ ദൈവസന്നിധിയിൽ വരണം. അവര് വന്നില്ല. ഈ ആൾ വന്നു. ഇനി വന്നവനോട് കർത്താവ് ചോദിച്ചു കേട്ടോ, 9 പേർ എവിടെ? അപ്പൊ സൗഖ്യം വാങ്ങിപ്പോയവർ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ കർത്താവിനുണ്ട്. നന്മ അനുഭവിച്ചവർ, വിടുതൽ അനുഭവിച്ചവർ, സൗഖ്യം അനുഭവിച്ചവർ ദൈവസന്നിധിയിൽ വന്ന് നന്ദി പറയുമെന്ന് കർത്താവ് പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷേ ഒരുത്തനെ വന്നുള്ളൂ. ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക,
ലഭിച്ച നന്മയ്ക്കൊത്തവണ്ണം, ലഭിച്ച വിടുതലിനൊത്തവണ്ണം കർത്താവിന് നന്ദി പറയുവാൻ വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്നു. 9 പേരും വന്നില്ല. അവരാ സൗഖ്യവും കൊണ്ട് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 3 മാസം കഴിഞ്ഞപ്പോ വീണ്ടും കുഷ്ഠവർക്ക് വന്നെന്ന്? എനിക്ക് തോന്നുന്നില്ല. കാരണം കർത്താവ് അത്ര ചീപ്പ് ആളല്ല. അതേസമയം നമ്മളാണെങ്കിൽ കർത്താവ് അവനെ പിടിക്കണേന്നൊക്കെ പ്രാർത്ഥിക്കും. കാരണം നമ്മുടെ കൂട്ടായ്മ മതി, വേറെ കൂട്ടായ്മ പോയാലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യമായ എൻ്റെ അടുത്ത് വരണ്ടേ. നമ്മൾ മനുഷ്യ ബലഹീനത ഉള്ള സത്യമാണ്. എന്നാൽ കർത്താവ് അങ്ങനെയൊന്നുമല്ല. കർത്താവ് എത്രയോ വിശാലമാണ്. സ്തോത്രം. നമുക്കത് ഇഷ്ടമില്ലാത്തവരെയും ദൈവം അനുഗ്രഹിക്കും. നമുക്ക് പിടിക്കാത്തവരെയും അവൻ സൗഖ്യമാക്കും. അത് അവന്റെ വലിയ കരുണയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മനസ്സ് നമുക്കുണ്ടായെങ്കിൽ നല്ലതായിരുന്നു. കർത്താവിന്റെ മനസ്സ് നമുക്കുണ്ടായെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ കൂടെ വന്നില്ലെങ്കിലും, നമ്മളെ ദോഷം പറയുന്നുണ്ടെങ്കിലും അവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ ശത്രുവാണെന്ന നിലയിൽ അവൻ വർക്ക് ചെയ്യുകയാണെങ്കിലും ഈ യോഗത്താൽ അവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനത്താൽ അവൻ സൗഖ്യം പ്രാപിക്കട്ടെ. ആ മനസ്സ് നമുക്ക് ഉണ്ടാകട്ടെ. 9 പേരും വന്നില്ല, ഒരാളെ വന്നുള്ളൂ. ഈ 9 പേർക്ക് സൗഖ്യം ഒരുപക്ഷെ നിലനിൽക്കും, പക്ഷെ നിത്യജീവൻ അവർക്ക് ലഭിക്കുകയില്ല. അവർ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് തുടർന്നുള്ള കാര്യങ്ങൾ അറിയുന്നില്ല, വചനത്തിലേക്ക് വന്നില്ല. ഇത് നമുക്ക് ബോധ്യപ്പെടാൻ ഇച്ചിരി പാടാം. കാരണം അത്രയും വലിയൊരു വിടുതൽ കിട്ടിയിട്ട് പിന്നെ ദൈവം നമ്മളെ കൈവിടുവോ? ഇങ്ങനൊരു തോന്നലാ നമുക്ക്. പ്രിയപ്പെട്ടവരെ, സൗഖ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലിയ കരുണയുടെ ഭാഗമാണ്. അത് ദൈവം ഒരു വ്യവസ്ഥയില്ലാതെ ചിലപ്പോൾ തരും. പുതിയ നിയമത്തിൽ യേശു സൗഖ്യമാക്കിയ പലരും മാനസാന്തരപ്പെട്ടവരല്ലായിരുന്നു. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുതെന്ന് രോഗിയോട് പറഞ്ഞു വിടുക. അപ്പൊ കർത്താവിന്റെ വിടുതലുകളെ നാം ചെറുതായി കാണരുത്. അപ്പോൾ തന്നെ അതിനപ്പുറത്തുള്ള സത്യങ്ങളെ കാണാൻ നമ്മുടെ കണ്ണ് തുറക്കണം എന്ന് ഇന്ന് രാത്രി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സത്യം നമ്മുടെ മനസ്സിൽ തെളിയുകയാണ്. സൗഖ്യം പ്രാപിച്ച ചിലർ നാശത്തിൽ പോകാൻ സാധ്യതയുണ്ട്. ക്രൂസൈഡുകളിൽ വെച്ച്, ടെലിവിഷനിൽ കൂടെ പ്രസംഗം കേട്ട്, വിവിധ മീറ്റിങ്ങുകളിൽ സംബന്ധിച്ച് സൗഖ്യവും ശാന്തിയും വിടുതലും കിട്ടിയവർ നാശത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളവർ ഉണ്ട്. എന്തുകൊണ്ട്? അവരാ സൗഖ്യത്തിനപ്പുറത്തേക്ക് വരാൻ വന്നില്ല. അതിനപ്പുറത്തുള്ള ദൈവിക പദ്ധതികളെ ശ്രദ്ധിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. ഇതിനേക്കാൾ കാഠിന്യമേറിയ 2ാം ഭാഗത്തേക്ക് നമുക്ക് പോകാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ വായിക്കാം. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, അല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു പറയും. തീർത്തു പറയും. ഇവര് സൗഖ്യം നടത്തിയവരാ, കിട്ടിയവരല്ല, നടത്തിയവരാ. ഇവരുടെ കാര്യവും പോക്കാം. ഇതൊക്കെ നേരാണോ? അതെ, ഒരു വ്യാഖ്യാനവും വേണ്ടതിന് വളരെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിരിക്കുക. അവർ അത്ഭുതങ്ങൾ ചെയ്തവരാണ്. നമ്മുടെ നോട്ടത്തിൽ അത്ഭുതങ്ങൾ ചെയ്തവർ വലിയ മനുഷ്യരാണെന്നാണ് നമ്മുടെ ധാരണ. അല്ല, അവർ വലിയ മനുഷ്യരല്ല, ദൈവമാണ് വലിയവൻ. അത്ഭുതങ്ങൾ അവരിലൂടെ നടന്നു. പക്ഷേ കർത്താവ് പറയാ, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, എന്നെ വിട്ടുപോകുവീനെന്ന് തീർത്തു പറയും. അപ്പോൾ അതിന്റെ
പ്രാധാന്യത ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരാൾക്ക് സൗഖ്യം കിട്ടിയത് കൊണ്ടോ, ഒരാൾ സൗഖ്യ ശുശ്രൂഷ നടത്തിയത് കൊണ്ടോ അയാൾ വലിയവനാകുന്നില്ല, അയാൾ ദൈവത്തിന് പ്രിയനുമാകുന്നില്ല. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ നിങ്ങളുടെ അകത്ത് കയറണം. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഈ അടിസ്ഥാനത്തിൽ വേണം കർത്താവ് പറഞ്ഞ ആ വചനത്തെ നമുക്ക് പഠിക്കാൻ. വീണ്ടും നാം വായിച്ച വാക്യത്തിൽ തിരിച്ചു വരുന്നു. ലൂക്കോസ് 10:20. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, അല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കുവിൻ. നിങ്ങൾ സന്തോഷിക്കേണ്ട വിഷയം ഞാൻ പറയാം എന്നാ യേശു പറഞ്ഞു. എന്ന് പറഞ്ഞ ഈ സന്തോഷം എന്ന് പറയുന്നത് പക്വതയോട് ബന്ധപ്പെട്ട് വേണം പഠിക്കാൻ. കൊച്ചു പിള്ളേർക്ക് സന്തോഷം വരണേ ഐസ്ക്രീം കണ്ടാൽ മതി. എന്നാൽ കൊച്ചു പിള്ളേരുടെ അപ്പന് സന്തോഷം വരണേ ചെക്ക് കാണും. ആ ചെക്ക് ഈ പിള്ളേർക്ക് കൊടുത്താൽ വലിച്ചു കിടക്കും. ഈ ഐസ്ക്രീം അപ്പത്തിന് കൊടുത്താൽ കഴിക്കാനും മേലെ ഷുഗറാ. അപ്പൊ പിള്ളേര് സന്തോഷിക്കുന്നത് കണ്ട് വലിയൊരു സന്തോഷിക്കുകയില്ല. അപ്പൊ മെച്യൂറായവരുടെ സന്തോഷം ഘനമുള്ള വിഷയങ്ങളിലാണ്. യേശു പറയുന്നു, നിങ്ങൾ ഇതിലൊന്നും അല്ല സന്തോഷിക്കുന്നത്. അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക. ഭൂതങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, അതിലല്ല നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടത്. പിന്നെന്തിനാ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ? എന്റെ പൊന്ന് കർത്താവേ, പേര് എവിടെ എഴുതിയാ ഇപ്പൊ എന്നാ പ്രയോജനം? അപ്പോ യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ട കാര്യം ഇവർക്ക് പിടികിട്ടിയിട്ടില്ല. അതെന്താ? വിവരമില്ലാത്ത. വി എ തോമസ് സാർ എന്ന് പറഞ്ഞൊരു നല്ല മലയാളി പ്രസംഗികനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് കടന്നുപോയി. അദ്ദേഹത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ കടമെടുക്കുക. ഒരു സുന്ദരിയായ ബുദ്ധിമതിയായ പെങ്കൊച്ചിനെ, സാമ്പത്തിക ഭദ്രതയില്ല, അവർക്ക് പൈസ കുറവാണ്. അപ്പൊ നല്ല സാമ്പത്തികമുള്ള ഒരു വീട്ടിലെ കൊച്ചിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ഈ പെൺകുട്ടി നല്ല മിടിക്കുക, ഇഷ്ടംപോലെ പൈസയുള്ള ഒരു വീട്ടിലെ ചെറുക്കനെ കൊണ്ട് കെട്ടിച്ചു. പക്ഷെ അവനൊരു ഇച്ചിര ബുദ്ധി വളർച്ച കുറവാണ്. പക്ഷെ കണ്ടാലൊന്നും കുഴപ്പമൊന്നുമില്ല. അന്നേ കാലത്ത് ഇങ്ങനെ ചെറുക്കനും പെണ്ണും കൂടെ കാണലോ, 5 മിനിറ്റ് സംസാരിക്കണമെന്ന് പറയുന്നൊന്നും ഇല്ലല്ലോ. അപ്പനും അമ്മയും കണ്ടങ്ങ് ഉറപ്പിക്കുക. അങ്ങനെ കല്യാണം അങ്ങ് നടത്തി. ഗംഭീര സദ്യ എല്ലാം കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിൽ പോയി. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ചെറുക്കനെ കാണാനില്ല. അവൻ മാവിൻ്റെ വീട്ടിൽ പോയി. പെണ്ണ് അവിടെ ഇരുന്ന് കരയും. കുറേ നേരമായപ്പോൾ പെണ്ണിന് മനസ്സിലായി ഇത് ചതിക്കപ്പെട്ടു, സംഗതി കഷ്ടത്തിലായി. ഇങ്ങനെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ചെറുക്കൻ്റെ പെങ്ങന്മാർ ചെയ്ത് ചെറുക്കനെ വിളിച്ചാടാ, ജോണിക്കുട്ടി നീ ഇതിലെ പോയി നടക്കുക. അവളിരുന്ന് കരയുന്ന കണ്ടില്ലേ, ചെല്ലേ അവളെ വിളിച്ചോണ്ട് അകത്തോട്ടൊക്കെ ഒന്ന് പോ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനെല്ലാം വിഷമം. അവൻ ഓടിഞ്ഞു വന്നു, പെങ്കൊച്ചിന്റെ കയ്യെ പിടിച്ച്, ലില്ലിക്കുട്ടി നിനക്ക് എന്നാ പറ്റി? നീ എന്നാ കരയുന്നു? കയ്യെ പിടിച്ച് വലിച്ച് അകത്തോട്ട് കൊണ്ടുപോയി. പെരയുടെ അകത്ത് ഏറ്റവും പുറകിൽ ഒരു പഴയ പത്താഴ കിടക്കണം. പത്താഴത്തിന്റെ അടപ്പിഞ്ഞിട്ട് വലിച്ചു. നോക്കാൻ പറഞ്ഞു. നോക്കിയിട്ട് അവളൊന്നും കാണുന്നില്ല. നീ കണ്ടില്ലേ? അതിനകത്ത് ഈ പാളയംകോടൻ പഴം ഇരിക്കുക, 2 കൊല. അവൻ പറയുന്നു ഇത് കണ്ടിട്ട് പിന്നെ നീ കരയാണെന്നാ ചോദിക്കുന്നു. അപ്പൊ യവന്റെ സന്തോഷം എന്ന് പറയുന്നത് ഈ പഴത്തിലാണ്. അതുകൂടെ കേട്ടപ്പോ അവരുടെ കരച്ചിൽ ഇരട്ടിയായി. കാരണം ഇതിലാണല്ലോ ഇവൻ സന്തോഷിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞു വരുന്നത്? അപ്പൊ ഈ സന്തോഷം വേണം, വിവരം വേണമെന്നാ പറഞ്ഞു വന്നത്. ഇല്ലെങ്കിൽ ചുമ്മാ കാണുന്നതിലെല്ലാം സന്തോഷിക്കും.
കാറ് കിട്ടി, വണ്ടി കിട്ടി, വെള്ളം കിട്ടി, പിന്നെ തന്നോഴ. കാര്യം മനസ്സിലാക്കണം. ദൈവമക്കൾ സന്തോഷിക്കേണ്ട വിഷയം ഇതല്ല. പിന്നെന്താ? നിങ്ങളുടെ പേർ സ്വർഗത്തിലുണ്ട്. ഓ, ഇതാരാ പറഞ്ഞെന്ന് ഓർക്കണം. യേശുവാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതല്ലേ പ്രധാനപ്പെട്ടത്? എന്നിട്ട് പിന്നെ എന്താ ഇവര് സന്തോഷിക്കാൻ? വിശദീകരിക്കാം. ഒന്ന്, ഇവരിത് അറിഞ്ഞുപോലും. ഇവരിത് അറിഞ്ഞില്ലെന്നേ. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോഴത്തേന് സ്വർഗത്തിൽ ഇത് എഴുതിയ കാര്യം ഇവരറിഞ്ഞോ? ദൂത് കേട്ടുകൊള്ളുക. നീ ദൈവപുത്രനെ സ്വീകരിച്ചപ്പോൾ നീ അറിയാത്ത ചില കാര്യങ്ങൾ നിന്റെ പേരിൽ നടന്നിട്ടുണ്ട്. നീ വചനം വിശ്വസിച്ചപ്പോൾ, നീ യേശുവിനെ സ്വീകരിച്ചപ്പോൾ, നീ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചപ്പോൾ, നീ അറിയാത്ത ചില കാര്യങ്ങൾ നിന്റെ പേരിൽ നടന്നിട്ടുണ്ട്. അറിയുന്ന കാര്യം നടക്കുന്നുണ്ട്. അറിയുന്ന കാര്യം എന്ന് പറയുന്ന രോഗം മാറി, ക്ഷീണം മാറി, സന്തോഷം കിട്ടി, അതൊക്കെ അറിഞ്ഞ കാര്യമാണ്. അറിയാത്ത കാര്യമുണ്ട്. നിന്റെ പാപവും നിന്റെ കുടുംബത്തിലെ തലമുറയായുള്ള ശാപവും നീ ഒരുത്തൻ വിശ്വസിച്ചപ്പോൾ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തിക്കളഞ്ഞു. സുവിശേഷത്തിന്റെ ശക്തി നിങ്ങൾക്കറിയാമോ? ഒരു മനുഷ്യൻ സുവിശേഷം വിശ്വസിക്കുമ്പോൾ അവന്റെ പാപവും അവന്റെ കുടുംബത്തിൽ ആരെയെങ്കിലും കേറോഫിൽ അവന്റെ തലയിൽ വന്ന് കിടക്കുന്ന ശാപവും അവൻ വിശ്വസിക്കുന്ന മാത്രയിൽ അഴിഞ്ഞു പോകുന്ന സുവിശേഷത്തിന്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. സുവിശേഷം വിശ്വസിക്കുമ്പോൾ കളിയാന്നാണോ വിചാരിച്ചേ? ഞാനൊന്ന് കൈവക്കിയതേ ഉള്ളൂ. അതല്ല ചോദിച്ചത്. സുവിശേഷം വിശ്വസിച്ചാന്നാ ചോദിച്ചത്. സുവിശേഷം വിശ്വസിക്കുമ്പോൾ നിനക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യം സ്വർഗത്തിൽ നടക്കുകയാണ്. നിനക്ക് സങ്കല്പിക്കാൻ മേലാത്ത കാര്യം നിന്റെ കുടുംബത്തിൽ നടക്കുകയാണ്. നിന്റെ തലമുറയിൽ നടക്കുകയാണ്. ഇത് ആളുകൾക്ക് വേണ്ടവണ്ണം അറിയില്ല. റോമർ 8:1 ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് ഏതുകൊണ്ട്? അതവിടെ എഴുതി വന്നതിനകത്തൊരു ഇച്ചിരി ഒന്ന് മാറ്റി മറിച്ച് വായിക്കാനുണ്ട്. റോമർ 8 എടുത്താത്ത 1, 2, 3 വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പിന്നെ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. ഈ വാക്യം നിങ്ങൾ പഠിക്കണം. ഇന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു മനപ്പാഠമാക്കി ഇരിക്കട്ടെ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതുകൊണ്ട് അപ്പോഴേ അതിന്റെ വ്യാഖ്യാനം ശരിയാവുള്ളൂ. അതുകൊണ്ട് ഏതുകൊണ്ട്? യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപം വഹിച്ച് ശിക്ഷ മുഴുവനും ഏറ്റെടുത്തു. അതുകൊണ്ട് 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. 3-ാം വാക്യം: ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് ജഡത്തിൽ, ഏത് ജഡത്തിൽ? യേശുവിന്റെ ശരീരത്തിൽ. യേശുവിന്റെ ശരീരത്തിൽ സകലമാന മനുഷ്യരുടെയും പാപത്തിന്റെ ശിക്ഷ യേശുവിന്റെ ശരീരത്തിൽ പൂർത്തീകരിച്ചു. മുഴുവൻ അടിയും അവൻ കൊണ്ടു.
എന്റെ പാപത്തിന്റെ ശിക്ഷ പൂർത്തീകരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളുടെ മുഴുവനും ശിക്ഷ വഹിച്ചതിനാൽ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക്, വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധി മാറിപ്പോയി. ശിക്ഷാവിധി മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഗലാത്യർ 3:13 ഇങ്ങനെ പറയുന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ, വായിച്ചു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം 13-ാം വാക്യം മുഴുവൻ വായിച്ചു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. യെസ്, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ നാം ഇനിയും ശാപത്തെ പേടിക്കണ്ട. സുവിശേഷത്തിനകത്ത് ശാപമോചനമുണ്ട്. ഞാൻ ഒന്നുകൂടെ തെളിച്ചു പറയാം, അതിന് ഇനിയും വേറൊരാള് വേണ്ടെന്ന. സുവിശേഷം വിശ്വസിച്ചാൽ മതി. സുവിശേഷത്താൽ വിടുവിക്കാൻ കഴിയാത്ത ഒരു ശാപവും ബാക്കിയില്ല. സുവിശേഷത്താൽ അഴിയാത്ത ഒരു കെട്ടും ബാക്കിയില്ല. സുവിശേഷത്താൽ അഴിയാത്ത ഒരു രോഗവും ബാക്കിയില്ല. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ അത് നിനക്ക് അനുഭവിക്കാം. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ശിക്ഷാവിധിയില്ല. സ്തോത്രം. അങ്ങനെ നാം വിശ്വസിച്ചു കഴിയുമ്പോൾ, നാം സുവിശേഷം അംഗീകരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വായിച്ചേ. 1 യോഹന്നാൻ 3:13. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. അതൊക്കെ വലിയ ഭയങ്കര ഡോക്ടറിനാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വായിക്കാൻ നേരം കിട്ടിയല്ലോ. ഇത് ഒന്നാമത് ചെറിയ ലേഖനമാണ്. മറിച്ചു വരുമ്പോൾ അതൊക്കെ മറിഞ്ഞു പോകും. അതാ പ്രശ്നം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, ഈ ഒരു മാസം അത് യോഹന്നാന്റെ ലേഖനം തന്നെ വരും. എന്താ ഈടിന്റെ സംഭവം എഴുതി വെച്ചിരിക്കുന്നത്? സഹോദരന്മാരെ, നിങ്ങൾ പെന്തിക്കോസിൽ പോയെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. അതെപ്പോഴാ? ശവടക്ക് കഴിയുമ്പോഴാണോ? നോ. സുവിശേഷം വിശ്വസിച്ച മാത്രയിൽ രക്ഷിക്കപ്പെട്ട ആ ദിവസം നിങ്ങൾ മരണം വിട്ടു ജീവനിൽ കടന്നു. ഇത്രയും മനസ്സിലായായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. മരണം വിട്ടു മരണത്തിന് വിധിക്കപ്പെട്ട നമ്മെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ദൈവജനത്തോടൊപ്പമാക്കി സുവിശേഷം വിശ്വസിച്ചപ്പോ. അപ്പൊ നമ്മളിപ്പോ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമോ? സുവിശേഷം വിശ്വസിക്കുമ്പോൾ നീ അറിയാത്ത പല കാര്യങ്ങൾ നിന്റെ പേരിൽ നടക്കുന്നു. നീ അറിയാത്ത പല കാര്യങ്ങൾ നിന്റെ പേരിൽ നടക്കുന്നു. കൊലോസ്യർ 1:20 മുതൽ വായിക്കുമ്പോൾ, മുൻപേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കൾ കിട്ടിക്ക് വായിച്ചോ. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ സമയം എടുത്ത് വായിച്ചേ പറ്റൂ. ഇതൊന്നും സന്തോഷിപ്പിച്ച വാക്യങ്ങളുടെ കൂട്ടത്തിൽ വരില്ല.
അതൊക്കെ വലിയ ഡീപ് തിയോളജിയാണ്. അത് സന്തോഷം പറഞ്ഞേ, അത് വായിക്കണ്ടേ, രണ്ടൂന്ന് പ്രാവശ്യം ചിന്തിക്കണ്ടേ. മുൻപേ എന്ന് പറഞ്ഞാൽ എന്തോ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ മനസ്സുകൊണ്ടാകുന്നവരും ദുഷ്പ്രവർത്തിക്കാരും ശത്രുക്കളും, മൂന്ന് കാര്യമാണ് നേരത്തെ. അത് മൂന്നും അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തിട്ട് അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും. എന്തുവായത്? എന്താ സുവിശേഷം? എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് പ്രസംഗിക്കാതിരിക്കുന്നത് പാപമല്ലേ? ഇത് ലോകം മുഴുവൻ അറിയിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പാട്ടും പാടും ചാടുകയും ഒക്കെ ചെയ്യും. പക്ഷെ കാര്യം അറിഞ്ഞാ ഒന്നും അറിയാതെ ചാടുന്ന കൂട്ടരല്ലിത്. ഇത് ഘനമുള്ള യാഥാർത്ഥ്യങ്ങൾ. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, ഈ കെട്ടിടങ്ങളെല്ലാം മാറും. സുവിശേഷത്തിന്റെ ശക്തി അത് മനസ്സിലാക്കിയിട്ട ഈ ചാടുന്നത്, അത് മനസ്സിലാക്കിയിട്ട ഈ പാടുന്നത്. ഹല്ലേലൂയ. മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായ നമ്മെ അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായി നിർത്തേണ്ടതിന് അവൻ തന്റെ ജഡശരീരത്തിൽ മരണത്താൽ നിരപ്പിച്ചു. നമ്മളൊന്നും ചെയ്തിട്ടല്ല, നമ്മളൊന്നും ചെയ്തിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ഉദാഹരണം പറയാം. ഒരു ചെറുപ്പക്കാരൻ പത്രത്തിൽ പരസ്യം കൊടുത്തു, ബംഗ്ലാവ് വിൽപ്പനയ്ക്ക്. ഒരുപാട് പഴക്കമുള്ള അതിമനോഹരമായ ബംഗ്ലാവ് വിൽപ്പനയ്ക്കെന്ന് പരസ്യം കണ്ടു. അനേകരും മേടിക്കാൻ വന്നു. ഓരോരുത്തരും വന്ന് വില ചോദിക്കുമ്പോൾ ഒരാൾ ടെലിഫോൺ വിളിച്ചു. ഇത് എവിടെയുള്ള ബംഗ്ലാവാ? ഇന്ന സ്ഥലത്തുള്ളതാ. വിൽക്കാൻ തീരുമാനിച്ചു. അത് വിൽക്കരുത്, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്, എന്നെ വന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അതൊരു അഡ്വക്കേറ്റ് ആയിരുന്നു. സാറേ, എനിക്ക് ഉടനെ വിൽക്കേണ്ട അത്യാവശ്യമുണ്ട്. അല്ല, താനിഞ്ഞു വാ, താൻ പറയുന്നതിൽ കൂടി വില ഞാൻ തന്നോളാം, വരാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോഴേ ഇവന്റെ അപ്പം വലിയ ബുദ്ധിമാനായിരുന്നു. ഇവൻ ഇതെല്ലാം നശിപ്പിക്കുമെന്ന് പുള്ളിക്കറിയാം. അതുകൊണ്ട് എല്ലാം നശിപ്പിച്ചാൽ ഈ ബംഗ്ലാവ് വിൽക്കാതിരിക്കാൻ ഇവൻ വല്ല കാരണവശാലും ഇവൻ വരുത്തി വെക്കാൻ സാധ്യതയുള്ള മുഴുവൻ കടത്തിനും തുല്യമായ തുക ഇവന്റെ പേരിൽ എഫ്ഡി ഇട്ടാ ചങ്ങേരി പോയത്. പക്ഷെ നേരത്തെ കൊടുത്ത അതോടെ പുള്ളി വെള്ളം കുടിച്ചെങ്കിലും ഒന്ന് ഓർത്ത് അതൊരു വക്കീലിനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. വക്കീൽ ഈ സാധനം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ബംഗ്ലാവ് വിൽക്കണ്ട, ഇതുകൊണ്ട് കടം വിട്ടാൻ പറഞ്ഞു. നീ അറിഞ്ഞില്ല, നീ ജനിക്കുന്നതിന് മുമ്പ് നിന്റെ കടം വീട്ടി. വല്ലതും മനസ്സിലായിട്ടാണോ? ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാമോ? നീ ജനിക്കുന്നതിന് മുമ്പ് നിന്റെ കടം വീട്ടി. അതാണ് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ. ഞാൻ ആ വാക്യം ധ്യാനിച്ചിട്ട് തുള്ളിച്ചാടിപ്പോയി. തല മനോഹരം നല്ല എഴുതിയിരിക്കുന്നു, മുഖം മനോഹരം നല്ല എഴുതിയിരിക്കുന്നു. കാല് മനുഷ്യന്റെ ഏറ്റവും വൃത്തികെട്ട അവയവമാ കാല്. എത്ര കഴിയാലും അത് വൃത്തികേടാ. അതും ഒരു മനോഹരമായി. എന്തുകൊണ്ട്? വായിൽ സുവിശേഷം വന്നു. മെസ്സേജ് പിടി കിട്ടിയോ? നിന്റെ ഏറ്റവും ഡർട്ടി ആയത് ഏറ്റവും ബ്യൂട്ടിയാവും സുവിശേഷം പറയാൻ തുടങ്ങിയ. സുവിശേഷം നിന്റെ നാവിൽ വന്നാൽ നിന്റെ ബലഹീനത കൂടെ ബലമാകും, നിന്റെ വൃത്തികേട് കൂടെ വൃത്തിയാകും. അല്ലാതെ എന്ത് യോഗ്യതയാ ഉള്ളത്? സുവിശേഷം നാവിന്മേൽ എടുത്തു എന്നുള്ളതല്ലാതെ എന്ത് ക്വാളിഫിക്കേഷനാ ഉള്ളത്? ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോ എന്തുകൊണ്ട് ഇവർ സന്തോഷിച്ചില്ല? ഉത്തരം, ഇവര് കർത്താവിനെ വിശ്വസിച്ചപ്പോൾ സ്വർഗത്തിൽ പേരെഴുതിയായിരുന്നു, ഇവരറിഞ്ഞില്ല. നീ അറിയാത്ത കാര്യങ്ങൾ സുവിശേഷം വിശ്വസിച്ചപ്പോൾ നിന്റെ പേരിൽ നടന്നു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, സ്വർഗത്തിൽ പേരെഴുതിയാലുള്ള ഗുണം എന്താന്ന്
പോലീസിന് പിടി കിട്ടിയിട്ടില്ല. സ്തോത്രം. ഈ തിരക്കുള്ള ദിവസങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് ചെല്ലണം. അപ്പൊ ഈ RAC-ക്കാരും വെയിറ്റിംഗ് ലിസ്റ്റുകാരും ഓടിച്ചെന്ന് കടലാസ് തൂക്കിയിട്ടിരിക്കുന്നിടത്ത് ഇങ്ങനെ കണ്ണാടി വെച്ച് നോക്കുക. എന്റെ പൊന്നെ, അവരുടെ പേരെങ്ങാനും അതിനകത്തൊന്ന് കണ്ട എന്നാ സന്തോഷാന്ന് ആ മുഖത്തോട്ടൊന്ന് നോക്കണം. ഇതെന്നാ 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങാനുള്ള കാര്യമാണ്, അല്ലാതെ സ്ഥിരതാമസം അല്ല. എന്തായാലും വെയിറ്റിംഗ് ലിസ്റ്റ് മാറി കൺഫേം ആയടാ, തുള്ളിച്ചാടുക. അപ്പൊ ഒരു പേര് വരണ്ടടത്ത് വന്ന തുള്ളിച്ചാടും അല്ലേ? അത് 3 ദിവസം ഇരിക്കുന്ന കാര്യത്തിന് ഇത് കോടി കോടി യുഗം ഭർത്താവിനോട് കൂടെ ഇരിക്കുവാൻ സ്വർഗത്തിൽ പേരുള്ളതിന്റെ വിലതിനറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ പേരെഴുതിയതിന്റെ വില അറിയാമോ? ഇവർക്കത് പിടികിട്ടാത്തതുകൊണ്ടാണ് അവർക്ക് സന്തോഷം വരാത്തത്. അതുകൊണ്ട് 1 എഴുതിയതവരറിഞ്ഞില്ല, 2 എഴുതിയ ഇത്ര വലിയ ഗുണമുണ്ടോ? അതാ ട്രെയിനിൽ റിസർവേഷൻ ഇല്ലാതെ കയറിയവരോട് ചോദിക്കണം. അപ്പൊ അവര് പറഞ്ഞൊരു ഗുണമുണ്ടോ? ഞാൻ ഈ ആഴ്ച അനുഭവിച്ചവർ. ഞാൻ ബോംബെ മീറ്റിംഗ് കഴിഞ്ഞ് വരിക, എനിക്ക് അവർ ടിക്കറ്റൊക്കെ എടുത്തു തന്നു. ഞാൻ ചെല്ലുമ്പോൾ എനിക്കുള്ള സീറ്റല്ലേ ഭാര്യ ഭർത്താവ്, സൈഡ് സീറ്റാ. അപ്പോൾ ഒരാൾക്ക് മുകളിൽ ഒരാൾക്ക് താഴെ കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അവർക്കാണെങ്കിൽ മലയാളം അറിയത്തുമില്ല. ഞാൻ ചോദിച്ചോ പറഞ്ഞു, ഇതിന് ഓൾറെഡി ബുക്ക്ഡാന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചത് ടി വിളിച്ചോണ്ട് ടി വന്നു പറഞ്ഞു, ഞാൻ ഇതിൽ ഒരെണ്ണം ബാബു ചെറിയാൻ പോകും. അപ്പോൾ വിളി പറഞ്ഞു, എൻ്റെ ഭാര്യ നിങ്ങളുടെ ഭാര്യ കാര്യം എനിക്ക് ചെയ്യാൻ പറഞ്ഞു. വലിയ വിഷയമായി. ടി പറഞ്ഞു ഒരു രക്ഷയെന്ന് പറഞ്ഞ് പുള്ളി പോവുകയും ചെയ്തു. ഇവരൊന്ന് മാറിയിട്ട് വേണ്ട എനിക്കൊന്ന് ഇരിക്കാൻ. ഞാൻ പിന്നെ വിലപ്രയോഗം നടന്നു. ഇരുന്നിരുന്ന് കുറെ സമയമായപ്പോൾ ഞാൻ അറിയാവുന്ന ഭാഷയിലൊക്കെ ചോദിച്ചു, എന്നാ പരിപാടി, എനിക്കൊന്ന് കിടക്കണമല്ലോ. അപ്പൊ പുള്ളി പറയുക, ഞാനെന്നാ ചെയ്യുന്നു? ഞാൻ പറയും, നിങ്ങളെന്നാ ചെയ്യുന്നത് ഞാനെങ്ങനെ അറിയുന്നത്? പിന്നെ ഒടുവിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതുപോലെയുള്ള സാഹചര്യത്തിൽ അവർ കിടന്ന് കഷ്ടപ്പെടുക. പിന്നെ ഞാൻ എൻ്റെ സീറ്റ് അവർക്ക് കൊടുത്തു, ഞാൻ മോളിൽ കിടക്കേണ്ടി വന്നു. പോട്ടെ, അതല്ല വിഷയം. അപ്പൊ ഒരു പേര് മാറിയതിന്റെ പ്രശ്നം കണ്ടോ? ഭർത്താവിന്റെ പേരുണ്ട്, ഭാര്യയുടെ പേരില്ല. അങ്ങനെ എത്ര പേർക്കാ ഇനി വരാൻ പോണേ? ഭാര്യയുടെ പേരുണ്ട്, ഭർത്താവിന്റെ പേരില്ല. അവരുടെ ആ വിഷമം കണ്ടപ്പോ ഞാൻ ഇതാ ഓർത്തു. പുള്ളി പറയാ, അയ്യോ എന്റെ പേരുണ്ടല്ലോ, അതുകൊണ്ട് എന്നാ പ്രയോജനം, പുള്ളിക്കാരത്തേക്കല്ലേ വേണ്ടത്. അപ്പോൾ ഇവർക്കത് പിടികിട്ടിയില്ല. ഈ റിസർവേഷൻ സ്വർഗത്തിലുണ്ടെങ്കിൽ അതിന്റെ ഗുണം എന്താന്ന് പിടികിട്ടിയില്ല. നമുക്കൊന്ന് പിടികിട്ടണ്ടേ? വെളിപ്പാട് 20:15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത്രേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഇതവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവര് ചെറിയ കാര്യത്തിലൊക്കെ സന്തോഷിച്ചോണ്ട് നടന്നത്. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയുന്നു, ഭൗതിക കാര്യങ്ങളിൽ അധികം സന്തോഷിക്കണ്ട, ലൗകിക കാര്യങ്ങളിൽ അധികം സന്തോഷിക്കണ്ട, കൃപാവരങ്ങളുണ്ടേലും അധികം സന്തോഷിക്കണ്ട. സ്ഥാനമാനങ്ങളോ പദവികളോ കസേരയോ ഉണ്ടെങ്കിലും സന്തോഷിക്കണ്ട. സ്വർഗത്തിൽ പേരുണ്ടോ? സ്വർഗത്തിൽ പേരുണ്ടോ? അത് മാത്രമാണ് സന്തോഷത്തിന്റെ രഹസ്യം. വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ച വാക്യം കേട്ടോ? ജീവപുസ്തകത്തിൽ പേരില്ല എന്ന ഏക കാരണത്താൽ 3 ദിവസം ആരാധനയ്ക്ക് വരണ്ടെന്നല്ല പറഞ്ഞു, തീപ്പൊയ്യയിൽ തള്ളിയിട്ടു. അപ്പോ ഈ പേരിന് വിലയുണ്ടോ? ഉണ്ട്. ഈ ഒരു ഒറ്റ കാരണത്താൽ അവർ തീപ്പൊയ്യയിൽ പോയി.
മറ്റവരെന്തുകൊണ്ട് പോയില്ല? ആ ബുക്കിൽ പേരുള്ളത് കൊണ്ട് മാത്രം. എന്തുകൊണ്ട് അവർ സന്തോഷിച്ചില്ല? ഇതിന്റെ ഗൗരവം അവർക്ക് പിടികിട്ടിയില്ല. സ്തോത്രം. മൂന്നാമത്തെ കാര്യം വേഗം പറയാം. ഈ പേരിനോടുള്ള ബന്ധത്തിൽ, ഒന്ന്, അതവരറിഞ്ഞില്ല. രണ്ട്, അതിന്റെ ഗുണവും അവർക്ക് അത്രത്തോളം പിടികിട്ടിയില്ല. മൂന്ന്, അത് എപ്പോഴാ എഴുതുന്നത്, എങ്ങനെയാ എഴുതുന്നത്, ഒന്നും പിടിയില്ല. വാസ്തവത്തിൽ നമുക്ക് പിടിയില്ല. നമ്മളൊന്നും ചെയ്തിട്ടല്ല അത് എഴുതുന്നത്. കർത്താവിനെ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാണ്. വളരെ സിമ്പിളായിട്ട് വ്യാഖ്യാനിക്കാം. ജനിച്ചവന്റെ പേര് ഭൂമിയിൽ എഴുതുന്നു, വീണ്ടും ജനിച്ചവന്റെ പേര് സ്വർഗത്തിൽ എഴുതുന്നു. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് വ്യാഖ്യാനിച്ചാൽ അങ്ങനെയൊന്നും വിടാതെ. ജനിക്കാത്ത ആരുടെയും പേര് ഭൂമിയിൽ ഒരിടത്തും ഇന്ന് വരെ എഴുതിയിട്ടില്ല. ഉദരത്തിൽ നിന്ന് ജനിച്ചവന്റെ പേര് ഭൂമിയിലെ പുസ്തകങ്ങളിൽ എഴുതും. ഉയരത്തിൽ നിന്ന് ജനിച്ചവന്റെ പേര് സ്വർഗത്തിലെ പുസ്തകത്തിൽ എഴുതും. എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ സുവിശേഷം. വീണ്ടും പറയാം. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും ഇത് അറിയുന്നില്ലയോ? മോശ മരുഭൂമിയിൽ പിച്ചളസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ആ പുറകിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യമാണ് ഇനി ഞാൻ പറയാൻ പോണത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഒന്ന് എടുക്കുമ്പോൾ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നാണ് ആ വാക്യം. അപ്പോൾ എന്താണ് വീണ്ടും ജനനം? ദൈവപുത്രനായ യേശുവിന്റെ ക്രൂശിലെ മരണത്തിലുള്ള വിശ്വാസത്താൽ പാപത്തിന്റെയും ശാപത്തിന്റെയും മരണത്തിന്റെയും പിടിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവമാണ് ഈ പറഞ്ഞ അത്ഭുത രഹസ്യം. ചുരുക്കി പറഞ്ഞാൽ എല്ലാ രാത്രിയിലും നിങ്ങൾ കേൾക്കുന്നത്, എല്ലാ കൊല്ലവും കേൾക്കുന്നത്, എപ്പോഴും കേൾക്കുന്ന സുവിശേഷം. ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കുരിശിൽ പ്രായശ്ചിത്തയാഗമായി മരിച്ച യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് കർത്താവിനോട് കൂടെ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ സമർപ്പിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതുന്നു. കണ്ണുകൾ അടയ്ക്കാം. എന്തിനാണ് സന്തോഷിക്കേണ്ടത്? രോഗശാന്തി വലിയ കാര്യമാണ്, ഭൂതശാന്തി വലിയ കാര്യമാണ്, വിടുതലുകൾ വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. അത് ഇന്ന് രാത്രിയിലും സംഭവിക്കട്ടെ. എന്നാൽ അതിനേക്കാൾ സന്തോഷിക്കേണ്ട കാര്യമുണ്ട്. കർത്താവായ യേശു നമ്മുടെ പാപം വഹിച്ച് കുരിശിൽ മരിച്ചതിനാൽ നമ്മുടെ ശാപം മാറിപ്പോയി, നമ്മുടെ പേർ സ്വർഗത്തിൽ എഴുതുന്നു. ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. വളരെ പഴയൊരു ഗാനമുണ്ട്. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ശ്രദ്ധിക്കുക. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ദൈവം നിങ്ങളെ തൊടുന്ന സമയമാണിത്. ദൈവം നിങ്ങളെ വിടുവിക്കുന്ന സമയമാണിത്. ദൈവം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു പ്രത്യേക അത്ഭുതം ചെയ്യുന്ന സമയമാണിത്. ഈ വചനത്തോടുകൂടെ ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ആത്മാർത്ഥമായി വിശ്വാസത്തോടെ കരങ്ങളടിച്ച് ഈ പാട്ട് കോയലിനോട് ചേർന്ന് പാടാം. ദൈവം ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുന്നു. പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും രോഗശാന്തി ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അശുദ്ധാത്മ പ്രവർത്തനത്തിൽ വിടുതലുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. കുടുംബ കലഹത്തിൽ നിന്ന് വിടുതലുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അനുസരിക്കാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ കൈ നീട്ടുമെന്ന് ഞാൻ പറഞ്ഞു.
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസമുള്ളവർ, പ്രേരണയുള്ളവർ കൈ ഉയർത്തിപ്പിടിച്ചോ, കൈ ഉയർത്തിപ്പിടിച്ചോ. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇവർ വ്യക്തിപരമായും കുടുംബമായും